നോ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. 10th നയൻത്ത് ചാപ്റ്റർ ആണ് നോ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ സൊസൈറ്റിയെ കുറിച്ചാണ് പറയുന്നത്. സൊസൈറ്റി എന്നാൽ നമുക്കറിയാം, ഒരു പ്രദേശത്ത് കുറച്ചധികം ആളുകൾ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്നു. അവർക്ക് അവരുടേതായ കൾച്ചർ ഉണ്ടായിരിക്കാം, അവർക്ക് അവരുടേതായിട്ടുള്ള മതം ഉണ്ടായിരിക്കാം, പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു കോപ്പറേറ്റീവ് ആയിട്ട് ജീവിക്കുന്ന കുറെ ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ സോഷ്യൽ സിസ്റ്റം എന്താണെന്നാണ് പറയുന്നത്. സോഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ച് ആദ്യം നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോഴേക്കും ഹ്യൂമൻ ബോഡിയെ കുറിച്ചും സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റത്തെ കുറിച്ചും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയിലൂടെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പോഴേക്കും ഹ്യൂമൻ ബോഡിയിൽ ലങ്സ് ഉണ്ട്, ഹാർട്ട് ഉണ്ട്, സ്റ്റൊമക്ക് ഉണ്ട്, ലിവർ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു മനുഷ്യന് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ സൊസൈറ്റിക്കും എന്തുണ്ട്, ഇതേപോലെ തന്നെ കുറെ പാർട്ടുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ബോഡി പാർട്ട് എന്ന് പറയുമ്പോഴേക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇന്റർ റിലേറ്റഡ് ആണ്. അതിന്റെ ഫങ്ഷൻസ് അനുസരിച്ച് ഇത് കണക്റ്റഡ് ആണ്. അപ്പൊ അതേപോലെ തന്നെ സൊസൈറ്റിക്ക് എന്തുണ്ട്, സൊസൈറ്റിക്കും ഇതേപോലെ തന്നെ പാർട്ടുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. സൊസൈറ്റിയുടെ പാർട്ടുകൾ ഏതൊക്കെയായിരിക്കും? അപ്പോൾ സൊസൈറ്റിയുടെ പാർട്ടുകൾ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഒരു പാർട്ടാണെന്ന് നമുക്ക് പറയാം. ട്രാൻസ്പോർട്ടേഷൻ സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്. അതേപോലെ തന്നെ മീഡിയ. പിന്നെ നമുക്ക് എന്തെങ്കിലും പറയാം, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ പാർട്ടായിട്ട് നമുക്ക് അതിന്റെ കൾച്ചർ, റിലീജിയൻ ഇതെല്ലാം തന്നെ എന്താണ്, സൊസൈറ്റിയുടെ പാർട്ടുകളാണ്. അപ്പൊ ഈ പാർട്ടുകൾ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ്. ഇതിന്റെ എല്ലാം ഫങ്ഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് നടന്നാൽ മാത്രമേ സൊസൈറ്റി മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പാരിസൺ, അതായത് ഹ്യൂമൻ ബോഡി ആയിട്ടും ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റമായിട്ടും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയ ഒരു സോഷ്യോളജിസ്റ്റ് ആണ് ഹെർബർട്ട് സ്പെൻസർ. അപ്പോ ഇദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തുകയും അതിലൂടെ നമുക്ക് സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റത്തെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം എന്ന് അദ്ദേഹം പറയും. ഹ്യൂമൻ ബോഡിയെ കുറിച്ചും അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയെയും സൊസൈറ്റിയെയും കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്ത സോഷ്യോളജിസ്റ്റ് ആണ് ആര്? ഹെർബർട്ട് സ്പെൻസർ. ഇനി നമ്മൾ രണ്ടാമത് ഒരു സോഷ്യോളജിസ്റ്റിനെ കുറിച്ച് പഠിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് GS ബുറെ. അപ്പോ GS ബുറെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് ഈ സോഷ്യൽ സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റം ആണ്. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു കാര്യം പറയാം, കാസ്റ്റ് സിസ്റ്റത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം പറയാം. നമ്മൾ ഹ്യൂമൻ എവല്യൂഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്, പരിണാമ സിദ്ധാന്തം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ അതിൽ എന്താ പറയുന്നത് നമുക്കറിയാം, അതായത് മനുഷ്യൻ ഹ്യൂമൻ എന്ന് പറയുന്നത് ആ ഒരു ഏപ്സിൽ നിന്ന് മനുഷ്യനായിട്ട് മാറിയ ആ ഒരു ചേഞ്ചസ്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചസ്, അതായത് ഹോമിനിഡ്, ഹോമിനോയിഡ് എന്നൊക്കെ പറയുന്നതിനകത്ത് അതിൽ നിന്ന് നമ്മൾ ഹോമോസാപ്പിയൻസ് ആയിട്ട് മാറി, അതായത് മനുഷ്യനായിട്ട് മാറി. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചസ് ഈ ഹ്യൂമന് മാത്രമല്ല, അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിക്ക് മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്, പിന്നെ എന്തിലാണ്, സൊസൈറ്റിയിലും കൂടെ അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റത്തിലും കൂടെ ഇതേപോലുള്ള ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ പണ്ട് ഒരു കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ ജീവിച്ചിരുന്ന സാഹചര്യമല്ല ഇന്നുണ്ടായിരുന്നത്. നൂറ്റാണ്ടുകൾ പോകണ്ട, ഒരു 10, 40, 50 വർഷം മുമ്പ് പോയാൽ തന്നെ ഇതേപോലെ അന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും അല്ല ഇന്നുള്ള സൊസൈറ്റിയിലുള്ളത്. അപ്പോൾ അവിടെ കുറെ അധികം ചേഞ്ചസ് കാണാൻ പറ്റും. അപ്പൊ ഹ്യൂമൻ എവല്യൂഷന് മാത്രമല്ല ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളത്, ഹ്യൂമൻ സൊസൈറ്റിക്കും കൂടി എന്തുണ്ടായിട്ടുണ്ട്, ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ആര് പറയുന്നത്? GS ബുറെ പറയുന്നത്. അപ്പൊ നമ്മുടെ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും അതിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പാർട്ടുകളാണ്, അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയാൻ നമുക്ക് പറ്റും. ഏത്? കാസ്റ്റ്, റിലീജിയൻ, ലാംഗ്വേജ്, ട്രൈബ്, ഇതെല്ലാം തന്നെ എന്താണ്, സോഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗങ്ങളാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. പാർട്ട് ഓഫ് ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. അപ്പൊ ഇതില് നമ്മൾ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിന്റെ പാർട്ടുകളെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പാർട്ടുകളിലെ ഏറ്റവും ആദ്യത്തെ പാർട്ട് ഏതായിരിക്കും? കാസ്റ്റ് സിസ്റ്റം. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റം. രണ്ടാമത്തെ എന്തായിരിക്കും? റിലീജിയൻ. മൂന്നാമത്തത് ലാംഗ്വേജ്.
നാലാമത്തത് ട്രൈബൽ സൊസൈറ്റി. അപ്പോ ഇത് 4 പാർട്സ് ഓഫ് ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഏറ്റവും ആദ്യം കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് പറയാം. കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് കുറേയധികം സ്റ്റഡീസ് നടത്തിയ ഒരു സോഷ്യോളജിസ്റ്റ് ആണ് M.N. ശ്രീനിവാസ്. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആണ് M.N. ശ്രീനിവാസ്. അപ്പൊ ഇദ്ദേഹം ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ച് കുറേയധികം സ്റ്റഡീസ് നടത്തിയ ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വളരെ, അതായത് ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോഴേക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് എന്ത്, കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വളരെ ആഴത്തിൽ സ്വാധീനമുള്ള ഒന്നാണ് കാസ്റ്റ് സിസ്റ്റം. നമുക്കറിയാം, ഒരാൾ ജനിക്കുമ്പോൾ ഒരു വീട്ടിൽ ഒരു കുടുംബത്തിൽ ഒരു ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ കുഞ്ഞിന് ആ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതാണ് എന്ത്, ജാതി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതി എന്ന് പറയുന്ന ഒരു കാര്യം ജനിച്ചു കഴിഞ്ഞ് പിന്നെ നമുക്കത് മാറ്റാൻ പറ്റില്ല. അങ്ങനെ ഒരു സിസ്റ്റമാണ്. അപ്പോ ഈ ഒരു നമുക്കറിയാം, ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ കുറെ അധികം ജാതികളും ഉപജാതികളും ഒക്കെ, അതായത് കാസ്റ്റുകളും സബ് കാസ്റ്റുകളും ഒക്കെയുള്ള രാജ്യമായിട്ടാണ് നമ്മൾ ഇന്ത്യയെ കണക്കാക്കുന്നത്. ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം. നമ്മൾ കാസ്റ്റ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്ത അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. 5 ഫീച്ചേഴ്സുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? സോഷ്യൽ ഹൈറാർക്കി, ഡിവിഷൻ ഓഫ് ലേബർ, സോഷ്യൽ കൺട്രോൾ ആൻഡ് ഓർഡർ, അതേപോലെ തന്നെ റെസ്ട്രിക്ഷൻസ് ഓൺ മാരേജ്, പിന്നെ ഉള്ളത് ഇൻഇക്വാലിറ്റി ആൻഡ് മാർജിനലൈസേഷൻ. ഈ 5 ഫീച്ചേഴ്സ് ആണ് കാസ്റ്റ് സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നത്. അതിലെ ഏറ്റവും ആദ്യം പറയുന്നത് ഏതാണ്? സോഷ്യൽ ഹൈറാർക്കി. ഹൈറാർക്കി എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, ഹൈറാർക്കിക്കൽ ഓർഡർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തിന്റെങ്കിലും റാങ്കിന്റെ ബേസിസിലോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷന്റെ ബേസിസിലോ നമ്മൾ തട്ടുകളായിട്ട് തിരിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ഹൈറാർക്കിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യൽ ഹൈറാർക്കി എന്ന് പറയുന്നത് സൊസൈറ്റിയിലുള്ള എന്തോ ഒരു ഹൈറാർക്കിയാണ്. അപ്പൊ ഇവിടെ എന്താണ്, നമ്മൾ കാസ്റ്റിന്റെ ബേസിസിലുള്ള ഹൈറാർക്കിയാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, പണ്ട് നമ്മുടെ ആളുകള്, നമ്മൾ മനുഷ്യരെ ഇതേപോലെ തന്നെ എന്താണ്, ജാതിയുടെ പേരിൽ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചിരുന്നു. അതായത് അവർക്ക് കുറേയധികം മോശമായിട്ടുള്ള അനുഭവങ്ങൾ പണ്ട് കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ പേഴ്സന്റെയും റോളും സ്റ്റാറ്റസും റെസ്പോൺസിബിലിറ്റി എല്ലാം തന്നെ അവരുടെ ഒരു സോഷ്യൽ ഹൈറാർക്കിയുടെ ബേസിസിലായിരുന്നു പോയിരുന്നത്. അതായത് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുള്ള ആൾക്ക് ഉയർന്ന ജാതിയിലുള്ള ആൾക്ക് ഉയർന്ന സ്ഥാനവും താഴ്ന്ന ജാതിയിലുള്ള ഒരാൾക്ക് താഴ്ന്ന സ്ഥാനവുമാണ് ലഭിച്ചിരുന്നത്. അപ്പൊ അതാണ് സോഷ്യൽ ഹൈറാർക്കിയിൽ പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? ഡിവിഷൻ ഓഫ് ലേബർ. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുമ്പോഴേക്കും തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഓക്യുപ്പേഷന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഡിവിഷൻ. അപ്പൊ ഓരോ ജാതിക്കും ഓരോ ജാതിയുടെയും അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കാസ്റ്റിന്റെ ബേസിസിൽ അവർക്ക് ഓരോ ഓക്യുപ്പേഷൻസ് അലോട്ട് ചെയ്തിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ വർണ്ണ സിസ്റ്റത്തെ കുറിച്ച് പറയണം അല്ലേ? വർണ്ണ സിസ്റ്റം എന്താണ്? ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്, ഈ 4 വർണ്ണങ്ങളെയാണ് നമ്മൾ വർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവർക്ക് അലോട്ട് ചെയ്ത കുറച്ച് ജോലികളുണ്ട് അല്ലേ? ജോലികൾ, അവർക്ക് പ്രത്യേകിച്ച് ജോലികൾ, ആ ജോലികൾ മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ. ബ്രാഹ്മിൻസിന് എന്തായിരുന്നു? പൂജ ചെയ്യുക, വേദം പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്രാഹ്മിൻസ് ചെയ്യുന്നത്. ക്ഷത്രിയാസ് എന്ന് പറയുന്നത് അവര് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളുകളാണ്, വാറിയേഴ്സ് ആണ്. മൂന്നാമത്തെ ആളുകൾ ആരാണ്? വൈശ്യാസ്. വൈശ്യാസ് എന്ന് പറയുന്നത് ട്രേഡ്, വ്യാപാരം ചെയ്യുന്ന ആളുകളാണ്. ശൂദ്രാസ് എന്ന് പറയുന്നത് ഈ ആദ്യം പറഞ്ഞ 3 ആളുകൾ, അതായത് ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഈ ഒരു ശൂദ്രാസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 വർണ്ണത്തിലുള്ള ആളുകൾക്കും 4 തരത്തിലുള്ള ഓക്യുപ്പേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു ജാതിയിൽ നിന്ന് മറ്റൊരു ജാതിയിലേക്ക് മാറാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയുന്ന പേരെന്താണ്? സോഷ്യൽ മൊബിലിറ്റി. സോഷ്യൽ മൊബിലിറ്റി, അതായത് നമ്മൾ ഏത് വർണ്ണത്തിലാണോ ഉള്ളത് ആ വർണ്ണത്തിൽ തന്നിട്ടുള്ള ജോലികൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അവർക്ക് അലോട്ട് ചെയ്ത ആ ഒരു തൊഴിൽ നിന്ന് മാറി നമുക്ക് ചെയ്യാനായിട്ടുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫീച്ചർ ആയിട്ട് നമ്മൾ പറയുന്നത് സോഷ്യൽ കൺട്രോൾ ആൻഡ് ഓർഡർ. സോഷ്യൽ കൺട്രോൾ, അതായത് ഒരു കൺട്രോൾ ഉണ്ടായിരിക്കുക, സൊസൈറ്റിയിലെ ഒരു സാമൂഹിക നിയന്ത്രണം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ജാതിയുടെ, അതായത് കാസ്റ്റ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സോഷ്യൽ കൺട്രോൾ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ പറയാന്നുണ്ടെങ്കിൽ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ, അതില് പ്യൂരിറ്റി എന്ന് പറയുന്നത് അറിയാം നമുക്ക്, കളങ്കമില്ലാത്ത നല്ല രീതിയിൽ നമ്മൾ കാണുന്നതാണ് പ്യൂരിറ്റി. അതേപോലെ തന്നെ പൊല്യൂഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് എന്താണ്, മലിനപ്പെട്ട അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ പൊല്യൂട്ടഡ് എന്ന് ഉദ്ദേശിക്കുന്നത്.
അപ്പോ പ്യൂരിറ്റി എന്ന് പറയുമ്പോഴേക്കും ഉയർന്ന സ്ഥാനത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഉയർന്ന കാസ്റ്റിലുള്ള ആളുകൾക്ക് പ്യൂരിറ്റി ഉണ്ടെന്നും താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ പൊല്യൂട്ടഡ് ആണെന്നും ആ ഒരു ചിന്താഗതിയും ആ ഒരു വിശ്വാസവും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ കുറേയധികം ഇന്ന് കുറേയധികം അല്ല, ഇന്ന് അതെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റത്തില് സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സാമൂഹിക അകലം അല്ലെങ്കിൽ ആ ഒരു അകലം താഴ്ന്ന ജാതിക്കാരെ നിന്ന് കാണിച്ചിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അൺടച്ചബിലിറ്റി. ഒന്ന് ഓർത്ത് നോക്കിയേ, നമുക്ക് തൊടാൻ കൂടി പാടില്ല. അല്ലെങ്കിൽ ആഹ് മറ്റൊരാളെ തൊടുന്നത് പൊല്യൂട്ടഡ് ആയിട്ട് കരുതുന്നത്. തൊടുക മാത്രമല്ല, നമ്മൾ മുന്നിലൂടെ അവർ നടന്നു പോവുകയാണെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊല്യൂട്ടഡ് ആവുക. അതിനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. തൊട്ട് കഴിഞ്ഞാൽ മലിനപ്പെടുന്നു. അവരുടെ പ്യൂരിറ്റി നഷ്ടപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് മാറ്റപ്പെട്ടു. എന്തിന്റെ ബേസിസിലാണെന്നറിയോ? അതായത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സിന്റെ, അതായത് പൗരാവകാശത്തിന്റെ ഭാഗമായിട്ട് ആക്ട് 1955ന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ആശയങ്ങളെല്ലാം അവസാനിപ്പിക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ അവസാനിപ്പിക്കുകയും ആളുകൾക്ക് എല്ലാവരും ഈക്വൽ ആണെന്നുള്ള രീതിയിലേക്കുള്ള ആളുകൾ ചിന്തിക്കുകയും ചെയ്തു. അപ്പൊ അതാണ് സോഷ്യൽ കൺട്രോൾ ആൻഡ് ഓർഡറിൽ പറയുന്നത്. നാലാമത് വരുന്ന റെസ്ട്രിക്ഷൻസ് ഓൺ മാരേജ്. റെസ്ട്രിക്ഷൻസ് ഓൺ മാരേജ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം എന്താണ്. മാരേജിനകത്ത് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സ്വന്തം ജാതിയിലുള്ള ആളുകളെ മാത്രമേ വിവാഹം കഴിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. താഴ്ന്ന ജാതിയിൽ, അതായത് ശൂദ്രന്റെ വർണ്ണത്തിൽപ്പെട്ട ഒരാൾക്കോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്കോ ബ്രാഹ്മിൺസിനെ വിവാഹം കഴിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അതൊരു വലിയ തെറ്റായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇവിടെ എൻഡോഗമി എന്ന് പറയുന്ന ഒരു മാരേജ് സിസ്റ്റത്തെയാണ് പ്രൊമോട്ട് ചെയ്തിരുന്നത്. എൻഡോഗമി എന്ന് പറയുന്നത് സ്വന്തം ജാതിയിൽ, സ്വന്തം കാസ്റ്റിലുള്ള അല്ലെങ്കിൽ സ്വന്തം കമ്മ്യൂണിറ്റിയിലുള്ള വിഭാഗത്തിലെ ആളുകളെ മാത്രം വിവാഹം കഴിക്കുന്ന രീതിയാണ് എൻഡോഗമി. എക്സോഗമി ഉണ്ട്. എക്സോഗമി അതിന്റെ ഓപ്പോസിറ്റ് ആണ്. മറ്റുള്ള ജാതിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നും വിവാഹം കഴിക്കുന്നതിനെ നമ്മൾ എക്സോഗമി എന്ന് പറയുന്നു. എൻഡോഗമി എന്ന് പറയുന്നത് സ്വന്തം ജാതിയിൽ നിന്നുള്ള വിവാഹം കഴിക്കുന്നതിനെ നമ്മൾ എൻഡോഗമി എന്ന് പറയും. അപ്പോൾ ആ ഒരു സമയത്ത് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്ത് പോന്നിരുന്നത് ഈ എൻഡോഗമി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സോഷ്യൽ ബൗണ്ടറി അന്നത്തെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് റെസ്ട്രിക്ഷൻസ് ഓൺ മാരേജിൽ പറയുന്നത്. ഇനി അഞ്ചാമത് ലാസ്റ്റ് പറയുന്നത് ഇൻഇക്വാലിറ്റി ആൻഡ് മാർജിനലൈസേഷൻ. ഇൻഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈക്വൽ അല്ലാത്ത രീതിയിലുള്ള ഒരു സൊസൈറ്റി. ആ ഒരു സോഷ്യൽ സിസ്റ്റം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും തുല്യരായിട്ടല്ല കണ്ടിരുന്നത്. ചിലർക്ക് മാത്രം വിദ്യാഭ്യാസത്തിനുള്ള അനുവാദം, ഭൂമി കൈവശം വെക്കാനുള്ള അനുവാദം, ഇതൊക്കെ ചില ജാതികൾ അല്ലെങ്കിൽ ചില ആളുകൾക്ക് മാത്രം അനുവദിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ പിന്നീട് ചോദ്യം ചെയ്യപ്പെടുകയും ആളുകൾ ഇതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് കുറേയധികം പ്രശ്നങ്ങളും കുറേയധികം കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. കല്ലുമാല സമരം, അതേപോലെ മുക്കുത്തി സമരം, പിന്നെന്താണ് ചാന്നാർ ലഹള, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ സൊസൈറ്റിയിൽ നടക്കുകയും ഇതെല്ലാം തന്നെ ആളുകളെ അല്ലെങ്കിൽ മാറ്റി ചിന്തിക്കാനുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇക്വാലിറ്റി എന്ന് പറയുന്ന കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇൻഇക്വാലിറ്റിയും തുടച്ചു മാറ്റിക്കൊണ്ട് എല്ലാവർക്കും ഒരേപോലുള്ള സ്ഥാനങ്ങൾ കൊടുക്കുകയും ഇക്വാലിറ്റി എല്ലാവർക്കും ഉറപ്പുവരുത്തുകയും ചെയ്തു. ഇതാണ് എന്തിൽ പറയുന്നത് ഇൻഇക്വാലിറ്റി ആൻഡ് മാർജിനലൈസേഷൻ. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഫീച്ചേഴ്സിൽ പറഞ്ഞത്? സോഷ്യൽ ഹൈറാർക്കി, ഡിവിഷൻ ഓഫ് ലേബർ, സോഷ്യൽ കൺട്രോൾ ആൻഡ് ഓർഡർ, റെസ്ട്രിക്ഷൻസ് ഓൺ മാരേജ്, ഇൻഇക്വാലിറ്റി ആൻഡ് മാർജിനലൈസേഷൻ. ഇത്രയാണ് എന്തിന്റെ ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ഏതാണ്? റിലീജിയൻ. അത് അടുത്ത പാർട്ടിലായിരിക്കും കേട്ടോ.